നടപടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള ഉപക്ഷേപം ത്രിതല പഞ്ചായത്തുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതി അടങ്കൽ തുക യഥാസമയം അനുവദിക്കാതെ സ്പില്ലോവറാക്കി തിരിച്ചുപിടിച്ചതും 2021-22 മുതലുള്ള സ്പില്ലോവർ തുക അനുവദിക്കാത്തതും മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനം പ്രതിസന്ധിയിലായതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ടി സിദ്ദീഖ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി ക്യാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപക്ഷേപത്തിന് ആധാരമായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം നേരത്തെ തന്നെ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. 20/6/2024 ബഹുമാനപ്പെട്ട അംഗം ശ്രീ ടി വി ഇബ്രാഹിം സബ്മിഷനായി സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതും സാമാന്യം വിശദമായി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ്. മാത്രമല്ല മറ്റ് ചോദ്യങ്ങളായിട്ടുമെല്ലാം അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സർ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അത് ഈ സഭയിൽ എത്രയോ വട്ടം വിശദീകരിച്ചിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഒരു സന്ദർഭത്തിൽ ചട്ടം 300 അനുസരിച്ചുള്ള പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ മൂലം, ശത്രുതാപരമായ സമീപനം മൂലം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച്, ഗുരുതരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സർ, ആ സാഹചര്യം ഇപ്പോഴും തുടരുകയുമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നികുതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആ കണക്കുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല, ഇവിടെ പലതവണ പറഞ്ഞ കണക്കുകളാണ്. ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു. അതിനു പുറമെ GST നഷ്ടപരിഹാരം നിർത്തലാക്കി, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. ഏറ്റവും ഒടുവിൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്ന നിലയിൽ വായ്പാ പരിധിയും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അനുവദനീയമായ വായ്പാ പരിധി GDP-യുടെ 3% എന്ന ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം അനുവദനീയമായിട്ടുള്ള വായ്പാ പരിധി പോലും കേരളത്തിന് അനുവദിക്കുന്നില്ല. അപ്പോൾ അത്തരമൊരു അസാധാരണമായിട്ടുള്ള സാഹചര്യത്തെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ച് 2021 ശേഷം കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാം ഫലമായി ചില പ്രയാസങ്ങൾ നമ്മൾ എല്ലാ രംഗത്തും നേരിടുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുടെ ഫലമായി വികസന ഫണ്ടിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടിൻ്റെയും മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെയും അവസാന ഗഡുക്കളും ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ അവസാനത്തെ 3 ഗഡുക്കളും 2024 മാർച്ച് മാസത്തിൽ ആണ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ഞാൻ നേരത്തെ ആമുഖമായി വിശദീകരിച്ച കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ഫലമായി വർഷാവസാനം, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ട്രഷറിയിൽ സമർപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകളിൽ ചിലത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 31/3/2024 സാമ്പത്തിക വർഷം അവസാനത്തെ കണക്കുകൾ പ്രകാരം മാറി നൽകാൻ സാധിക്കാതിരുന്ന 1015 കോടി രൂപയുടെ ബില്ലുകൾ ട്രഷറി ക്യൂവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 20% ക്യാരി ഓവർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു വരുന്നുണ്ട്. എന്നാൽ 23-24 സാമ്പത്തിക വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം
ട്രഷറി ക്യൂവിലായിട്ടുള്ള തുക അല്ലെങ്കിൽ 20% ക്യാരി ഓവർ, ഇതിലേതാണോ അധികമായത് അത് 2024-25 സാമ്പത്തിക വർഷം ക്യാരി ഓവറായി അനുവദിക്കുന്നതിൻ്റെ സാധ്യത സർക്കാരിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ പരിശോധിച്ച് വരികയാണ്. കാരണം ഈ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വേറിട്ട് നമുക്കൊരു കാര്യം ഇവിടെ പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, 9/4/2024 സർക്കാർ ഉത്തരവ് പ്രകാരം 2024-25 സാമ്പത്തിക വർഷം വികസന ഫണ്ടിൻ്റെ ആദ്യ ഗഡു ഇനത്തിൽ 1904 കോടി രൂപയും 15/4/2024 ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ആദ്യ ഗഡുവായി 1377 കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് 3000-ലധികം കോടി രൂപയാണ്. സർ, വർഷാവസാനം ട്രഷറിയിൽ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ മൂലം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളാണ് ആത്മാർത്ഥമായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, 15-16 സാമ്പത്തിക വർഷം മുതലാണ് ചിട്ടയായ ഒരു ധനകാര്യ മാനേജ്മെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടപ്പാക്കി തുടങ്ങിയത്. അതുപ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ബില്ലുപയോഗിച്ച് തുക പിൻവലിച്ച് ചെലവഴിക്കുന്ന സുതാര്യമായിട്ടുള്ള സംവിധാനം നിലവിൽ വന്നു. അതിനു മുമ്പ് 8448 എന്ന ഒരു ഡെപ്പോസിറ്റ് ഹെഡിന് കീഴിലെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്കായിട്ടുള്ള സബ് ഹെഡുകളിലേക്ക് തുക മാറ്റിയിടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ തുക മാറ്റിയാൽ ഉടൻ സർക്കാരിനെ സംബന്ധിച്ച് ചെലവായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ തുകയ്ക്കുള്ള ചെലവ് സംഭവിച്ചിരുന്നുമില്ല. എന്നാൽ ഇന്ന് ശരിയായ ചെലവ് മാത്രം ചെലവായിട്ട് കാണിക്കുകയും കൃത്യസമയത്ത് പദ്ധതി നടപ്പിലാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇൻസെൻറ്റീവ് നൽകുകയും ചെയ്യുന്നൊരു സംവിധാനമാണുള്ളത്. കൃത്യമായി പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വിവിധ തലങ്ങളിൽ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. തദ്ദേശ സർക്കാരുകളുടെ കാര്യത്തിൽ യഥാസമയം ഫണ്ട് നൽകുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. വളരെ ദുഷ്കരമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതത്തിലോ വികസന പ്രവർത്തനങ്ങളിലോ ക്ഷേമ പ്രവർത്തനങ്ങളിലോ ഒന്നും സംസ്ഥാനം കുറവ് വരുത്താതിരിക്കാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2010-11 സംസ്ഥാന ബജറ്റിൻ്റെ 20.45%, 2016-17 22.92% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരുന്നത്. 2010-11 UDF സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ 20.45%. അത് 2016-17 വർദ്ധിച്ചത് 22.92% ബജറ്റിൻ്റെ. സർ, 2017-18 23.5%, തുടർന്ന് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് 0.50% ഓരോ വർഷവും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കടുത്ത പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും അതിൽ വെള്ളം ചേർക്കാനോ പിന്നാക്കം പോകാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ഇപ്പോൾ 2023-24 27.19%, 24-25 28.09% സർക്കാർ വിഹിതം വർദ്ധിപ്പിച്ചു. സർ, എന്നാൽ ഇതേ സമയം ഈ സഭയിൽ ഞാൻ തന്നെ കഴിഞ്ഞ സബ്മിഷന് മറുപടിയായിട്ടൂടെ പറഞ്ഞു, മറ്റു പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം അത് നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഞാനിതിനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ 40%-ഓളം UDF ഭരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ എടുക്കുന്നൊരു സമീപനം 14ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ്, ആ ഗ്രാന്റ് വിഹിതത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ അൺസ്പെൻഡ് ബാലൻസ് 10%-ൽ അധികരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ അവസാന നിമിഷം അടിച്ചേൽപ്പിച്ചുകൊണ്ട് 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പിടിച്ചുവെക്കുന്ന സ്ഥിതിയുണ്ടായി. സർ, ഇത് ധനകാര്യ കമ്മീഷൻ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളതല്ല, കേന്ദ്ര ഗവൺമെന്റ് തന്നെ പുറത്തിറക്കിയ അതിൻ്റെ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളതല്ല,
ഇതൊന്നുമില്ലാത്ത ഒരു വ്യവസ്ഥ അവസാന നിമിഷം അടിച്ചേൽപ്പിക്കുകയും അതിൻ്റെ പേരിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഈ നിബന്ധനകളുടെ പേരിൽ നമുക്ക് പിടിച്ചുവെക്കുകയും നൽകാതെ പിടിച്ചുവെക്കുകയും ചെയ്ത സ്ഥിതി ഉണ്ടായി. മാത്രമല്ല സർ, ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ സഭയിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കിന്റെ GDP വളർച്ചാ നിരക്കിന്റെ ആനുപാതികമായിട്ടുള്ള വളർച്ചാ നിരക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് നികുതി വരുമാനത്തിൽ ഉണ്ടായില്ല എന്നതിൻ്റെ പേരിൽ 24 നഗരസഭകൾക്ക് കേരളത്തിൽ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം അനുവദിച്ചിട്ടില്ല. 24 നഗരസഭകൾക്ക്. നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമല്ലേ സർ? പൊതുവായി കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ വിവേചനം ആ 24 നഗരസഭകളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരും വളാഞ്ചേരിയും മഞ്ചേരിയും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. 2 കോർപ്പറേഷനുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. സർ, ഈ ശത്രുതാപരമായിട്ടുള്ള മനോഭാവം, അതാണ് പൊതുവിൽ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ മനോഭാവം സംസ്ഥാനത്തെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രത്യേകമായി ഒരു ശത്രുതാപരമായിട്ടുള്ള സമീപനമാണ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിൻ്റെയൊക്കെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് എന്നത് നമ്മൾ ഇരുകൂട്ടരും ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ്. മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ തന്നെ മറികടന്ന് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതിനും ഒക്കെയുള്ള നീക്കമാണ്. ആ നിലയിൽ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കം കൂടി കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കാം സർ. സർ, വിഭവ സമാഹരണത്തിന്റെ എല്ലാ മാർഗങ്ങളും പൂർണ്ണമായിട്ടും അടയ്ക്കാൻ നോക്കിയിട്ടും പൊതുവാവശ്യ ഫണ്ടിന്റെ അവസാന 3 ഗഡുക്കളും സംരക്ഷണ ഫണ്ടിന്റെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അവസാന 1 ഗഡുവിന്റെയും വിതരണം മാത്രമാണ് 2023-24 മാർച്ചിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. ബാക്കിയെല്ലാം അതിനു മുമ്പ് തന്നെ കൊടുത്തു തീർക്കുകയുണ്ടായി. സാർ, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം അനുവദിച്ച ഗ്യാപ് ഫണ്ട് 15 കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടവണ്ണം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് 2024 മെയ് മാസം അത് പുനരനുവദിച്ചു. ഞാൻ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ആയതുകൊണ്ട് ആദ്യ സമയം എടുക്കുന്നില്ല. അനുവദിച്ചു. സാർ, 15ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ വർഷം അനുവദിച്ച ഫണ്ടിൽ ഉപയോഗിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ മടക്കിയ തുക 2 പ്രാവശ്യം അനുവദിച്ച ശേഷവും ബാക്കി വന്ന 339.88 കോടി രൂപയുടെ 50% 169.94 കോടി ഈ മാസം വീണ്ടും അനുവദിക്കുകയുണ്ടായി. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിക്കാതെ മടക്കിയ തുക അത് വീണ്ടും ഇപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ അവർക്ക് അനുവദിച്ചു കൊടുത്തു. സർ, 2024-25 സാമ്പത്തിക വർഷത്തെ 2 ഗഡു പൊതുവാവശ്യ ഫണ്ടും ഏപ്രിൽ മെയ് മാസങ്ങളിലേത് 421.02 കോടി, വികസന ഫണ്ടിന്റെ 1 ഗഡു 1904 കോടി, സംരക്ഷണ ഫണ്ടിന്റെ 1 ഗഡു 1377.06 കോടി, ഇത്രയും ഈ സാമ്പത്തിക വർഷം അനുവദിച്ചു കഴിഞ്ഞു. സർ, ഇതിന്റെ 2ാമത്തെ ഗഡു അനുവദിക്കേണ്ടത് ജൂലൈ മാസത്തിലാണ്. അത് കൃത്യമായി നൽകുക തന്നെ ചെയ്യും എന്ന് ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ചുരുക്കി പറഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ തന്നെ, സർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ തന്നെ 3887.02 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. 3887.02 കോടി രൂപ. ഇതെല്ലാം സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥമായ ഒരു സമീപനത്തിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ശ്രീ ടി സിദ്ദിഖ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇതിൻ്റെ ഗൗരവതരമായ സാഹചര്യം ഇവിടെ വ്യക്തമാക്കി സൂചിപ്പിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സബ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിലും അതീവ ഗൗരവതരമായ സാഹചര്യമാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതായ സംസാരമാണ് ഇവിടെ നടന്നത്. സർ, ആയിരക്കണക്കിന് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, നമ്മുടെ ജനപ്രതിനിധികൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ, അതിൻ്റെ മുഴുവൻ സമ്മർദ്ദവും വരുന്നതായിരിക്കുന്ന MLA-മാർ, ഇവരുടെ എല്ലാവരുടെയും ശബ്ദമാണ് ഈ അസംബ്ലിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്ത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യമാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും
ലോക്കൽ ബോഡീസും ഇത് മൂന്നും ചേർന്നുകൊണ്ടുള്ളതായിരിക്കുന്ന ഭരണ സംവിധാനം നിലനിൽക്കുന്നതായിരിക്കുന്ന രാജ്യമാണ് സർ. സർ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ പ്രാദേശിക സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടികളും അവരുടെ അധികാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കവർന്നെടുക്കലും അവസാനം പദ്ധതി വിഹിതം പോലും നൽകാതെ അവയെ വീർപ്പ് മുട്ടിക്കുന്ന അതീവ ഗൗരവതരമായ സാഹചര്യം നിലനിൽക്കുകയാണ് സർ. സർ, ഞാനൊരു ഉത്തരവോടെ വായിക്കാം. 8/4/2024 ഗവൺമെന്റ് ഇറക്കിയതായിരിക്കുന്ന ഉത്തരവ്. സർ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ ട്രഷറികളിൽ സമർപ്പിക്കുകയും എന്നാൽ 23-24 സാമ്പത്തിക വർഷത്തിൽ പാസാക്കുവാൻ കഴിയാതിരുന്നതുമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ബില്ലുകൾ പുതുക്കിയ ഭരണാനുമതി കൂടാതെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്നും മാറി നൽകാവുന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് മാറി നൽകാവുന്നതാണ്. അപ്പോ കഴിഞ്ഞ വർഷം നൽകേണ്ടതായിരിക്കുന്ന തുക, അനുവദിക്കേണ്ടതായിരിക്കുന്ന ബില്ലുകൾ ഈ വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് ഇല്ലാതെ കഴിഞ്ഞ വർഷത്തതും മുടങ്ങി, ഈ വർഷത്തതും മുടങ്ങുന്നു. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് സർ. സർ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. സർക്കാർ പ്രഖ്യാപിക്കും ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. അനുവദിക്കുന്ന ഫണ്ട് ഏത് സമയത്താണ് സാർ? യഥാസമയത്ത് നൽകേണ്ട സമയത്ത് നൽകില്ല. അവസാനം മാർച്ച് മാസത്തേക്ക് അത് മാറ്റിവെക്കും. ട്രഷറികൾക്ക് പല സമയത്തും നിയന്ത്രണം. ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം ഇതിന്റെ മുഴുവൻ പാപഭാരവും പേറുന്നത് ആരാണ് സാർ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുമധ്യത്തിൽ അവഹേളിതരായി, അപമാനിതരായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യമാണ് സാർ. സാർ, പ്രാദേശിക വികസനം സ്തംഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദുർബല വിഭാഗങ്ങളായിട്ടുള്ള SC/ST വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും വഴിമുട്ടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് സാർ. സാർ, നിങ്ങളൊന്ന് ആലോചിക്കണം. സാർ, 2017-18 ഈ സംസ്ഥാനത്ത് ചെലവഴിച്ചതായിരിക്കുന്ന പ്രാദേശിക സർക്കാരുകൾ ചെലവഴിച്ച തുക 5292 കോടി രൂപയാണ്. 2023-24 അത് 5335 സാർ. സാർ, 6-7 കൊല്ലം കൊണ്ടുണ്ടായ വർധനവ് കേവലം 40 കോടി രൂപ മാത്രമാണ് സാർ. 6-7 കൊല്ലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ ചെലവഴിച്ചതായിരിക്കുന്ന തുക ഈ രീതിയിൽ പോയാൽ മതിയോ? സർ, വകയിരുത്തിയ തുകയെന്ന് പരിശോധിക്കാം. 2022-23 വകയിരുത്തിയ തുക 7488 കോടി രൂപ. സർ, 2023-24 വകയിരുത്തിയ തുക 7460 കോടി രൂപ. സർ, ഓരോ വർഷം കഴിയുമ്പോൾ 28 കോടി രൂപ കുറവാണ് സാർ. ഗവൺമെന്റ് പുറകോട്ട് നടക്കുകയാണ് സാർ. ഇത് ഗുരുതരമായ സാഹചര്യമാണ് സാർ. സർ, മുൻ വർഷങ്ങളിൽ LSTD പദ്ധതി ചെലവ് 80% 2023-24 വർഷം സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ അത് 71% സാർ. എത്രയാണ് കുറവ്? 14% കുറവാണ് സാർ. അഗൗരവതരമായ വികസനപരമായ പ്രശ്നങ്ങളും പദ്ധതി ചെലവിന്റെ പ്രശ്നങ്ങളും അതീവ ഗൗരവതരമായ രീതിയിൽ നമ്മുടെ ലോക്കൽ ബോഡികളെ മുഴുവൻ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സാർ. സാർ, 2023 ഓഗസ്റ്റിൽ ലഭിക്കേണ്ട വികസന ഫണ്ട് 2ാം ഗഡു നിങ്ങൾ നൽകിയത് നവംബർ മാസം 21 സാർ. 2023 ഓഗസ്റ്റിൽ ലഭിക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ് അത് 2024 ജനുവരിയിലാണ് നിങ്ങൾ നൽകുന്നത്. അപ്പോഴേക്ക് ട്രഷറി നിയന്ത്രണമാണ് സാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒരു ഗഡു മാത്രമാണ് ഫലപ്രദമായി എഫക്റ്റീവായി ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ സാർ. നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിച്ച് 2020-21 മുതൽ നിങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു ഫണ്ടും നിങ്ങൾ ക്യാരി ഓവർ ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചില്ല സർ. സർ, അതീവ ഗുരുതരമായ സാഹചര്യം ഒന്നുകൂടെ പറയാം സർ. 2024 മാർച്ച് 23 നിങ്ങൾ ലോക്കൽ ബോഡീസിന് ഫണ്ട് അനുവദിക്കുകയാണ് സാർ. 23 നിങ്ങൾ ഫണ്ട് അനുവദിക്കുക. അതിന്റെ തലേ ദിവസം 22/3/24 ട്രഷറികളിൽ പണമിടപാട് നിർത്തിവെക്കുക സർ. പിന്നെ എങ്ങനെയാണ് സാർ ഇവർക്ക് ഈ പണം ഗൗരവതരമായ രീതിയിൽ ചെലവഴിക്കാൻ പറ്റിയ സാർ? സാർ, ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ 2023-24 ജനുവരി മുതലുള്ള 3 ഗഡുക്കൾ, ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 ഗഡുക്കൾ, ഈ 6 ഗഡുക്കൾ കുടിശ്ശിക ആകെ അനുവദിച്ചത് ഒരൊറ്റ ഗഡു മാത്രമാണ് സാർ. സാർ, തനത് ഫണ്ട് കുറവായ പഞ്ചായത്തുകൾ
അല്ലാത്ത പഞ്ചായത്തുകൾ ശമ്പളം കൊടുക്കണ്ടേ, പലിശ കൊടുക്കണ്ടേ, ഓണറേറിയം കൊടുക്കണ്ടേ, ദിവസവേതനം കൊടുക്കണ്ടേ, വികസന പദ്ധതികൾ കൊടുക്കണ്ടേ? സർ, എല്ലാം നിശ്ചലമായി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനമുണ്ട്. 10% SC, 2% ST ഫണ്ടുകൾ, അത് രണ്ടും ക്രമത്തിനനുസരിച്ച് ചെലവഴിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകി. അതിലൊരു കുറവും വരുത്താറില്ല സാർ. നിങ്ങൾ ആലോചിക്കണം, ഈ രണ്ട് ഫണ്ടിലും ഗൗരവതരമായ തകർച്ച നേരിട്ടു എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും വലിയ ദുർബലമായ ഈ വിഭാഗങ്ങളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മ ചെയ്തുകൊണ്ടാണ് സാർ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സാർ, കേരളത്തിലെ 105 ഗ്രാമപഞ്ചായത്തുകൾക്ക് സെക്രട്ടറി ഇല്ല സാർ. സെക്രട്ടറി ഇല്ലാതെ പഞ്ചായത്തുകൾ എങ്ങനെ പ്രവർത്തിക്കും സാർ? കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല, ആവശ്യത്തിന് സംവിധാനങ്ങളില്ല. ഇങ്ങനെ മുന്നോട്ട് പോവാണ് സാർ. ക്യാരി ഓവർ ചെയ്യാനുള്ള ഒരു നടപടിയും നിങ്ങൾ ചെയ്യുന്നില്ല സാർ. മെയിൻ്റനൻസ് ഫണ്ടിന്റെ സ്പിൽ ഓവറും മറ്റുള്ളതായിരിക്കുന്ന സ്പിൽ ഓവറും കൊടുക്കാനുള്ളതായിരിക്കുന്ന ഗഡുക്കളും ഇത് മുഴുവൻ നൽകിയാലേ 2024-25 വാർഷിക പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതികൾക്ക് നൽകി പുതുക്കി അംഗീകാരം നൽകി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സർ. ഇതൊന്നുമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ സർ? സർ, UDF സർക്കാരിന്റെ കാലത്ത് പദ്ധതിയുടെ അടങ്കൽ തുക മുൻ വർഷത്തെക്കാൾ 10% ഓരോ വർഷവും സാമാന്യമായി വർധനവ് വരുത്തിയിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നു, കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മുടെ പദ്ധതിയിൽ കാര്യമായ എന്തെങ്കിലും ഒരു വർധനവുണ്ടായോ? സർ, ഇൻഫ്ലേഷൻ 5% കൂടി വരികയാണ്. സ്വാഭാവികമായി ഇത് ഇനിയും കൂടണേ സാർ. 10% എന്നുള്ളത് അതിൽ കൂടുതൽ വേണ്ടേ? SC ST ഫണ്ടിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതും തകർന്നു. ഇതെല്ലാമായി സംസ്ഥാനത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഏറ്റവും വലിയ ഗൗരവതരമായ അപകടകരമായ സാഹചര്യത്തെ നേരിടുകയാണ് സാർ. സാർ, ഇപ്പോ ഓരോ പരിപാടികൾ അങ്ങ് ഏൽപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ. അവർക്ക് കാര്യമായ പണിയൊന്നുമില്ല. അവരുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. ഓരോ പരിപാടി സാർ, ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ലേബർ സെസ് പിരിക്കാൻ LSTDയെ ചുമതലപ്പെടുത്തുകയാണ് സാർ. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെ മണ്ണ് കട്ടിങ്, അതിന്റെ പണം വാങ്ങൽ, ട്രഷറിയിൽ അടയ്ക്കൽ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതല ഏൽപ്പിക്കുകയാണ് സാർ. ആഗോള മാലിന്യ സംസ്കരണ എക്സ്പോ നടക്കുമ്പോൾ അതിൽ 50,000 രൂപ പഞ്ചായത്തുകളിൽ നിന്ന് വാങ്ങുകയാണ്. നവകേരള സദസ്സ് നടത്തുമ്പോൾ അതിന്റെ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് സാർ. സർക്കാരിന്റെ പല പരിപാടികളും പണം വാങ്ങാനുള്ള ഒരു കറവ പശുവായി പണം നൽകാത്തതായ ഈ ഗ്രാമപഞ്ചായത്തുകളെ നിങ്ങൾ മാറ്റിയാണ് സാർ. സാർ, ജീവിക്കാൻ പണം ആഗ്രഹിക്കുന്ന സാർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എങ്ങനെയാ സാർ? ഈ ഗ്രാമപഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി, അവർ കിറ്റുകൾ കൊടുത്തു, അവർ മരുന്ന് ഭക്ഷണ വിതരണങ്ങൾ നടത്തി, അവർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ മേനി നിങ്ങൾ ഏറ്റെടുത്ത് അധികാരത്തിൽ വന്നതായി നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പാല് തന്ന കൈക്ക് കടിക്കുകയല്ല, പാല് തന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന അതീവ ഗൗരവതരമായ സാഹചര്യമാണ് സാർ. സാർ, വികസനം ആഗ്രഹിക്കുന്ന പണം ആഗ്രഹിക്കുന്ന ഒരു വലിയതായിരിക്കുന്ന പശു, ആ പശുവിനെ നിങ്ങൾ യഥേഷ്ടം നിങ്ങളുടെ ആവശ്യത്തിന് കറക്കുകയാണ് സാർ. ആ പശുവിന് ഒരു കാടി വെള്ളം പോലും കൊടുക്കാത്ത സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ എന്നുള്ളതിൽ ഏറെ വൈഷമ്യമുണ്ട് സാർ. അവസാനം പ്രേരകുമാരെ നിങ്ങൾ വിന്യസിച്ചു സാർ. 60% പണമെടുക്കാൻ ചുമതലപ്പെടുത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സാർ. ഞാൻ ചോദിക്കുന്നു, പണം നൽകാതെ എങ്ങനെയാണ് സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പണം നൽകുക? ഇപ്പോ ഒരു പണിയും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ചെയ്യുന്നതായിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നടപ്പിലാക്കാൻ പണം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഓരോ പുതിയ കാര്യങ്ങൾ ഏൽപ്പിക്കുക സാർ. ഞാനൊരു ഉദാഹരണം പറയാം. 10/6/2024 ജോയിന്റ് ഡയറക്ടർ സമയം സാർ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും സാർ, പ്രാധാന്യമുള്ളത് സാർ. 10/6/2024 തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എല്ലാ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു കത്ത് കൊടുത്തു സാർ. മുരളിയെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്നും പറയുന്നില്ല സാർ. മുരളിയെ കാണാനില്ലാത്തതിന്റെ കാരണം പറഞ്ഞ്
അതാത് പഞ്ചായത്തുകളിലെ എല്ലാ മന്ദിരങ്ങളും പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം. സർ, ഗ്രാമപഞ്ചായത്ത് അതിന് പോലീസുണ്ട്, അതിന് സാമൂഹ്യ നീതി വകുപ്പുണ്ട്. സർ, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഇറക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതിയ ചുമതലകൾ ഏൽപ്പിക്കുകയും അവർ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവരെ വഴിമുടക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ സാഹചര്യം. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം അനുവദിക്കാതിരുന്ന ജനറൽ പർപ്പസ് ഗ്രാന്റ് 3 ഗഡു, മെയിന്റനൻസ് വീതം 1 ഗഡു എന്നിവ നിങ്ങൾ അനുവദിക്കുമോ? 2024-25 സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റ് 2 ഗഡു കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? തനത് ഫണ്ട് അപര്യാപ്തമായതിനാൽ ദൈനംദിന ചെലവുകൾക്ക് ബുദ്ധിമുട്ടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഉള്ളതായി നിങ്ങളുടെ ശ്രദ്ധയിലെങ്കിലും പെട്ടിട്ടുണ്ടോ? സർ, 2024-25 അവസാനിപ്പിക്കുക. സർ, 2024-25 സ്പിൽ ഓവർ പദ്ധതികൾക്ക് DPC അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള ഗൗരവതരമായ തടസ്സം നീക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുമോ? ക്യൂ ബില്ലുകൾക്കും സ്പിൽ ഓവർ പദ്ധതികൾക്കും തുക വകയിരുത്തേണ്ടതിനാൽ വാർഷിക പദ്ധതിയിൽ മേഖലാടിസ്ഥാനത്തിൽ ആവശ്യമായ പണം ലഭ്യമാക്കി അതിന് ഇളവ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? ഈ അടിയന്തര പ്രമേയം UDF-ന് വേണ്ടിയുള്ളതല്ല. ഈ അടിയന്തര പ്രമേയം നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഗൗരവതരമായ ഇടപെടലാണ്. അതുകൊണ്ട് മരിച്ചു വീഴുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ സഭ അടിയന്തരമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ കാര്യത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഇനി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ വിശദീകരിച്ചതാണ്. അത് ആവർത്തിച്ച് സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം പരാമർശിച്ചതേയില്ല. ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഈ സാമ്പത്തിക വർഷം ഇതുവരെ കൃത്യമായി 3887.02 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2024-25 വർഷത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ 3 മാസങ്ങളിൽ തന്നെ അനുവദിച്ചു എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പ്രമേയ അവതാരകൻ ശ്രദ്ധിക്കണം. അവതാരകൻ വളരെ ശക്തമായി ഒരു പ്രസംഗമൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ അവതരണ മികവിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും വസ്തുതാപരമല്ല, അർദ്ധസത്യങ്ങളാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം പറയാതെ സൗകര്യപൂർവ്വം ഒഴിയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഏതൊരു കടുത്ത സാഹചര്യത്തെയാണ് നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ സാഹചര്യത്തിലും സർക്കാർ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യ 3 മാസങ്ങളിൽ തന്നെ ഇത്രയും പൈസ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. സ്വീകരിച്ച നടപടികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലവിൽ ക്യൂവിലായിട്ടുള്ള തുക അല്ലെങ്കിൽ 20% ക്യാരി ഓവർ, ഇതിലേതാണോ അധികമായത് അത് 24-25 സാമ്പത്തിക വർഷത്തിൽ ക്യാരി ഓവറായിട്ട് അനുവദിക്കാൻ കഴിയുമോ എന്ന കാര്യമാണിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ അവതരണാനുമതി തേടിയ ശ്രീ T. സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ഉശിരൻ പ്രസംഗത്തിൽ പക്ഷേ ഇതിനിടയാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ്. മാത്രമല്ല, അത് പറയുമ്പോൾ ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അസഹിഷ്ണുതയും പരിഹാസവും കാണിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തീരെ മനസ്സിലാവാത്തത് നിങ്ങളെ ഇത് എന്തുകൊണ്ട് സ്പർശിക്കുന്നതേയില്ല എന്നതാണ്. 24 നഗരസഭകൾക്ക് ഫണ്ട് അനുവദിക്കാത്ത കാര്യം ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചു, പലതവണ ചൂണ്ടിക്കാണിച്ചു. അത് കേട്ട മട്ടേയില്ല. കമ്പിളിപ്പുതപ്പ് എന്നൊരു സിനിമയിൽ പറയുന്നില്ലേ, ആളിവിടെ ഇരിക്കുന്നുണ്ട്, ആ കഥാപാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ സഭയിൽ ഇരിക്കുന്നുണ്ട്.
അതുപോലെയാണ് UDF. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അനുവദിക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന മട്ടിലാണ് UDFന്റെ MLA മാർ ഇരിക്കുന്നത്. ഇങ്ങനൊരു സമീപനമാണോ സ്വീകരിക്കേണ്ടത്? ഞാനിതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തുടക്കത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല, ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കുറച്ച് രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വരുമല്ലോ അവസാനം, അത് പറയാം. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് തദ്ദേശ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കക്ഷി രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നവയോ അങ്ങനെ കാണേണ്ടവയോ അല്ല. 60% തദ്ദേശ സ്ഥാപനങ്ങൾ LDF ഭരിക്കുന്നുവെങ്കിൽ 40% UDF ഭരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല എന്നത് എനിക്ക് വിചിത്രമായി തോന്നുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കർണാടകയുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഒരു മാസം മുമ്പ് എന്നെ കാണുകയുണ്ടായി. വന്നിട്ട് തൃശ്ശൂരിൽ വെച്ചാണ്, കിലയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ചെയർമാൻ ഡോക്ടർ നാരായണസ്വാമി, അദ്ദേഹം കോൺഗ്രസ് നേതാവും MP യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ പറഞ്ഞത് ഈ കേരളവും കർണാടകയും ഒരുമിച്ച് ചേർന്ന് ഇതിനെ നേരിടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കർണാടകയിലെ തദ്ദേശ സ്ഥാപനങ്ങളും സമാനമായൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. കേന്ദ്ര നയങ്ങളുടെ ഫലമായി നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടാം. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, വായ്പാ പരിധിയൊക്കെ ഉയർത്തി ആ പ്രശ്നമൊക്കെ ഉന്നയിച്ചുകൊണ്ട്. ആ കേസിൽ ഒരനുകൂലമായ തീരുമാനമുണ്ടായാൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്കും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ വിവേചനം അതെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടേണ്ടതാണ് എന്ന് കോൺഗ്രസ് നേതാവായ കർണാടകയിലെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ പറയുമ്പോൾ ആ വിവേകമെങ്കിലും കേരളത്തിലെ UDF MLA മാർ കാണിക്കുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെങ്കിലും കാണിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് സങ്കുചിത രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കുറ്റം ഈ സർക്കാരിൻ്റെ തലക്കിടുന്നതാണ്, രാഷ്ട്രീയമായ ലാഭം എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഇത് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര സർക്കാർ ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇപ്പോഴും മിണ്ടാട്ടമില്ല. പിന്നെ ഇവിടെ ശ്രീ സിദ്ദിഖ് കുറേ കണക്കുകൾ ഒക്കെ പറയുകയുണ്ടായി. സർ, നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. ഇത്തരം താരതമ്യമൊക്കെ നടത്തേണ്ടി വരുന്നത് ബഹുമാന്യനായ സിദ്ദിഖ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ഈ സർക്കാർ എന്തോ ഇല്ലാതാക്കി, കഴുത്തു ഞെരിച്ച് കൊല്ലുന്നു അധികാര വികേന്ദ്രീകരണത്തെ എന്നൊക്കെ അദ്ദേഹം വാചാലമായിട്ട് പറയുമ്പോൾ ചില കണക്കുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷാംഗങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സർ, 11-12 മുതൽ 15-16 വരെ UDF സർക്കാർ, അതാണല്ലോ അവസാനമായിട്ട് UDF ഭരിച്ച കാലയളവ്, ആ 5 കൊല്ലം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്ത തുക 19,792.77 കോടി. 19,792.77 കോടി. ഇനി വിനിയോഗം എത്രയാണ്? വിനിയോഗം 73.16. അല്ല, ഓരോ വർഷത്തെയും വ്യത്യാസമാണ്. ആകെ 73.16. സാർ, 16-17 മുതൽ 20-21 വരെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെലവഴിച്ച് വിതരണം ചെയ്ത തുക 34,175.85 കോടി. ഏതാണ്ട് ഇരട്ടി. ഇനി 21-ന് ശേഷമുള്ള സ്ഥിതി നോക്കാം. അതിനുശേഷമാണല്ലോ സാമ്പത്തിക സാഹചര്യം കൂടുതൽ പ്രയാസകരമായി മാറിയത്, ദുഷ്കരമായി മാറിയത്. 21-22 മുതൽ 23-24 വരെ 21,571.82 കോടി. അതായത് 5 കൊല്ലം കൊണ്ട് UDF വിതരണം ചെയ്തതിനേക്കാൾ കൂടുതൽ തുക കഴിഞ്ഞ 3 വർഷം കൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു കണക്ക്. അതാണ്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ SC/ST വിഭാഗങ്ങൾക്ക് നീക്കിവെക്കുന്ന തുക വെട്ടിക്കുറച്ചു. ഇത് മുഴുവൻ ആ വിഭാഗങ്ങളുടെ ചെലവിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. SCP TSPയിൽ സർക്കാർ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുൻകാലങ്ങളിൽ അനുവദിക്കുന്ന അതേ അനുപാതത്തിൽ തന്നെ മുടക്കം കൂടാതെ SCP TSP വിഹിതം അനുവദിക്കുന്നുണ്ട്. വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണല്ലോ അത് നൽകുന്നത്. സർ, അപ്പോൾ
ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. 2014-15 വരെ 10 തവണകളായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത്. 10 തവണകളായിട്ടാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം അനുവദിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് അദ്ദേഹത്തിൻ്റെ കുറ്റപത്രത്തിൽ ഇവിടെ അവതരിപ്പിച്ചത്. അവസാനം മാർച്ച് മാസത്തിൽ അനുവദിക്കുന്നു എന്നതാണ്. 14-15 വരെ 10 ഗഡുക്കളായിട്ട് അനുവദിച്ചിരുന്നു. എങ്ങനെയാണ് അനുവദിച്ചത്? 14-15 കാര്യം ഞാൻ പറയാം. 8ാമത്തെ ഗഡു അനുവദിച്ചത് മാർച്ച് 21-ന്, 9ാമത്തെ ഗഡു അനുവദിച്ചതും മാർച്ച് 21-ന്, 10ാമത്തെ ഗഡു അനുവദിച്ചതും 2015 മാർച്ച് 21-ന്. എന്ന് വെച്ചാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ്. 3 ഗഡു ഒരുമിച്ചാണ് അനുവദിച്ചത്. 8, 9, 10 ഈ 3 ഗഡുക്കളും ഒരേ സമയത്താണ് അനുവദിച്ചത്. അന്ന് ഇതുപോലുള്ളൊരു സാമ്പത്തിക സാഹചര്യം കേരളം അഭിമുഖീകരിക്കുന്നില്ല എന്ന് കാണണം. കേന്ദ്രം ഇതുപോലെ ഒരു കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമല്ല. എന്നിട്ടും ഈ ഇത്തരമൊരു സമീപനം അന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ആരോപണത്തിന് പ്രത്യാരോപണം എന്ന നിലയിൽ ഉന്നയിക്കാനല്ല ഇതിനെ ആഗ്രഹിക്കുന്നത്. തുടക്കം മുതൽ ആ നിലയിൽ ഈ പ്രശ്നത്തെ കാണാനുമല്ല ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. അപ്പോൾ ആ ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടി മറുപടി പറയണമല്ലോ. ഇതിവിടെ മാത്രമല്ലല്ലോ, ആളുകൾ കാണുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് ബഹുമാന്യനായ ശ്രീ ടി സിദ്ദിഖിനോട് എനിക്ക് പറയാനുള്ളത്. സർ, അധികാര വികേന്ദ്രീകരണത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു എന്നൊക്കെയുള്ള ശ്രീ സിദ്ദിഖിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് പഴയ ചില കാര്യങ്ങൾ ഓർമ്മ വരും. അതെല്ലാം ഇപ്പോൾ പറയണോ? അതെല്ലാം ഇപ്പോൾ പറയണോ? സർ, ജില്ലാ കൗൺസിൽ ആരാണ് നടപ്പാക്കിയത്? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവെപ്പായിരുന്നില്ലേ 87 നായനാർ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ ജില്ലാ കൗൺസിൽ നിയമം? ജില്ലാ കൗൺസിലുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയില്ലേ? ആ ജില്ലാ കൗൺസിലുകളെ അധികാരത്തിൽ വന്ന ഉടൻ 90-ൽ ജില്ലാ കൗൺസിൽ നിലവിൽ വന്നു. 91-ൽ ശ്രീ കെ കരുണാകരൻ്റെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, പിരിച്ചുവിട്ടു. ഞാൻ വീണ്ടും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിച്ചല്ല. പക്ഷേ അങ്ങയുടെ മുതലക്കണ്ണീർ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. അല്ല, ഇല്ല, ഈൽഡ് ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മറുപടി പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. ആർക്കും പറയേണ്ട കാര്യമില്ല. അതിന് പ്രതിപക്ഷ നേതാവുണ്ട്. മിനിസ്റ്റർ ആർക്കും ജനകീയ ആസൂത്രണത്തോട് ഇല്ല. ബഹുമാന്യനായ വിൻസെന്റിനുള്ള മറുപടി ഇന്നലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടിരിക്കും. അതെ സാർ, ജനകീയാസൂത്രണം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ആസൂത്രണ പ്രക്രിയയുടെയും ഒരു മികച്ച മാതൃകയായിരുന്നല്ലോ ജനകീയാസൂത്രണം. എന്തായിരുന്നു ജനകീയാസൂത്രണത്തോടെടുത്ത സമീപനം? എങ്ങനെയെല്ലാമായിരുന്നു അപഹസിച്ചത് ജനകീയാസൂത്രണത്തെ? ഏതെല്ലാം നിലയിലാണ് ദുർബലപ്പെടുത്തിയത്? അത് മുഴുവൻ ഇപ്പോൾ പറയണോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണത്തോടുള്ള സമീപനം എന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ചെയ്ത പാപങ്ങളും പാതകങ്ങളും ചരിത്രത്തിൽ മായാതെ കിടപ്പുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളോടും അധികാര വികേന്ദ്രീകരണത്തോടും എന്ന് മാത്രം ഞാൻ ഒറ്റവാചകത്തിൽ ഇത് ചുരുക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കർണാടകയിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ മാത്രമല്ല, നിങ്ങളുടെ സമുന്നതനായിട്ടുള്ള നേതാവാണല്ലോ ശ്രീ മണിശങ്കർ അയ്യർ. ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നെഹ്റുവിന് ശേഷം പുസ്തകം വായിച്ച അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ എന്നാണ് ശ്രീ മണിശങ്കർ അയ്യരെ. അദ്ദേഹം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആധികാരിക സ്വരമാണല്ലോ. കഴിഞ്ഞ നവംബർ 1-ന് കേരളത്തിൽ അദ്ദേഹം വന്നില്ലേ? കേരളീയത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിങ്ങളുടെ KPCC പ്രസിഡന്റ് വിലക്കിയിട്ടും അദ്ദേഹം അവിടെ വന്ന് പരസ്യമായി പറഞ്ഞല്ലോ, വരുന്ന വഴി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫോൺ വന്നു, തിരിച്ചു പോകണം, വരാൻ പാടില്ല എന്ന്. ഞാനത് അവഗണിച്ചും ലംഘിച്ചുമാണ് വരുന്നത് എന്ന് മണിശങ്കർ അയ്യർ, രാജീവ് ഗാന്ധിയുടെ ഉറ്റമിത്രമായിരുന്ന ആളല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞത്? അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളം ഒരു മാതൃകയാണ് എന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ നിങ്ങൾ ഇതിൽ സൃഷ്ടിച്ചിട്ടുള്ള മാതൃകയെ ഞാൻ വളരെ വിലമതിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പോലും ചൂണ്ടിക്കാണിക്കേണ്ട ഈ കേന്ദ്രം സ്വീകരിക്കുന്ന ഈ സമീപനങ്ങളെക്കുറിച്ച്. പക്ഷെ നിങ്ങൾ ബധിര കർണങ്ങളുമായിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത്.
അത് അങ്ങേയറ്റം സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്നതാണ്. ശ്രീ സിദ്ദിഖ് ഇത്രയൊക്കെ പറഞ്ഞു ബഹുമാന്യനായിട്ടുള്ള അംഗം. എന്നാൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച്, കേരളത്തോട് പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം, ഇനി അത് മാറ്റിവെക്കുക. ഏറ്റവും മിനിമം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അനുവദിക്കുന്ന കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേലും ഈ പ്രതിസന്ധി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഒരു വരി പറയാൻ അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പറയാൻ തയ്യാറാവാത്തത്? അത് മാത്രം മതി അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെയും ഉദ്ദേശശുദ്ധിയെയും സംശയിക്കാനും ചോദ്യം ചെയ്യാനും. പിന്നെ തനത് ഫണ്ടില്ലാത്ത സ്ഥാപനങ്ങൾ എന്തു ചെയ്യും എന്ന് വികാരഭരിതനായിട്ട് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് നമ്മൾ കേട്ടു. സാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ചില നടപടികൾ ഈ സർക്കാർ സ്വീകരിച്ചപ്പോൾ UDF സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇല്ലല്ല, ഇപ്പോൾ വഴങ്ങുന്നില്ല. എന്തായിരുന്നു സമീപനം സാർ? മിനിസ്റ്റർ പ്ലീസ്. എന്തായിരുന്നു സമീപനം? നിയമസഭയിൽ അതിനെ എതിർത്തില്ല. നിയമസഭയിൽ ഇതുപോലെ ഒരു ഉപക്ഷേപം സഭ നിർത്തിവെക്കാൻ കൊണ്ടുവന്നില്ല. സബ്മിഷനും കൊണ്ടുവന്നില്ല. ശ്രദ്ധ ക്ഷണിക്കലും കഴിഞ്ഞ ആഴ്ചയാണ് കൊണ്ടുവന്നത്. അതുവരെ ഒരു കൊല്ലത്തിനിടയിൽ ഉണ്ടായില്ല. പക്ഷേ താഴെ ഇതിനെതിരായ പ്രചരണം നടത്തി. എന്നിട്ട് ഈ വിഭവ സമാഹരണത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികളുടെ എല്ലാ ആനുകൂല്യവും UDFന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനെ എതിർക്കുകയും ചെയ്തു. ഇങ്ങനൊരു സമീപനം, ആത്മാർത്ഥമല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സാർ, ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 20 ഗ്രാമപഞ്ചായത്തുകൾ ശമ്പളം കൊടുക്കാൻ വഴിയില്ലാതെ സർക്കാരിനെ സമീപിക്കുകയായിരുന്നു മുമ്പ്. ഇപ്പോൾ തനത് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കാൻ സർക്കാർ ചില നടപടി സ്വീകരിച്ചപ്പോൾ ആ 20 എണ്ണത്തിനും ശമ്പളം കൊടുത്തു പോകാനെങ്കിലുമുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി. അതിന് സർക്കാർ സഹായം ആവശ്യമില്ലെന്ന സ്ഥിതി വന്നു. ചില മുനിസിപ്പാലിറ്റികൾ പോലും സർക്കാരിന്റെ സഹായം തേടിയിട്ടാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ മാറ്റം വന്നു. അപ്പൊ തനത് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കണ്ടേ? രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് എല്ലാ കാര്യത്തെയും അന്ധമായിട്ട് എതിർത്താൽ അതെവിടേക്കാണ് എത്തിച്ചേരുക? ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ചു, കേന്ദ്ര സർക്കാർ തന്നെ തനത് വിഭവ സമാഹരണം അത് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് അനുവദിക്കുന്നതിന്റെ മാനദണ്ഡമായിട്ട് മാറ്റുന്ന ഒരു കാലമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ 24 നഗരസഭകൾക്ക് അങ്ങനെയാണ് കിട്ടാതെ പോയത്. അപ്പം ഇത്തരം കാര്യങ്ങളെ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഏത് പ്രതിസന്ധിയായിരിക്കും നാളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അപ്പോൾ കുറെ കൂടി ദീർഘവീക്ഷണത്തോടെ, സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ഈ കാര്യങ്ങളിൽ ഒരു സമീപനം സ്വീകരിക്കാൻ പ്രതിപക്ഷവും UDFും തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് മറ്റെല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഒരു യുദ്ധമുഖമായിട്ട് കാണേണ്ട ഒന്നല്ല ഈ പ്രശ്നം. ആ വിവേകത്തോടെയും പക്വതയോടെയും UDF കൂടി ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നങ്ങളിൽ കുറച്ചുകൂടി പ്രായോഗികമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് വീണ്ടും അറിയിക്കുക. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപത്തിനുള്ള അനുമതി നിഷേധിക്കുന്നു. സർ, ഒരു കുടുംബത്തിൽ അനാസ കൊണ്ടും ഉഴപ്പ് കൊണ്ടും ഒരു കുടുംബനാഥൻ വീട്ടിലെ ചെലവ് കാശ് കൊടുക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനും പണമില്ലാതെ വരുമ്പോൾ ഒരു വീട്ടമ്മയ്ക്കുണ്ടാകുന്നൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അതായിരുന്നു മന്ത്രി ആദ്യം വിശദീകരണം നൽകിയപ്പോൾ പ്രതിഫലിച്ച് കണ്ടത്. രണ്ടാമത്, സ്വന്തം വീട്ടിലെ കുഴപ്പം അടുത്ത വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മ പാവം കുറേ ന്യായങ്ങൾ നിരത്തും. ആ ന്യായങ്ങൾ നിരത്തിലാണ് രണ്ടാമത്തെ മറുപടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കണ്ടത്. സർ, ഇവിടെ യാഥാർത്ഥ്യങ്ങളല്ല പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ കണക്കെന്ന് വെച്ചാൽ കണക്കാണ് യാഥാർത്ഥ്യം. പ്രാദേശിക വികസനം വഴിമുട്ടി. അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പം കേരളത്തിൽ തകർന്നു. സർ, ജനപ്രതിനിധികൾ പൊതുജന മധ്യത്തിൽ കുറ്റക്കാരായി. സർ, എല്ലാം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ഒക്കെ നമ്മളോടൊന്ന് പറയും. പക്ഷേ എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരുമാണ്. അവർ നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോൾ ഞങ്ങളെ കൂടി കയറി കണ്ടിട്ട് നിങ്ങളെങ്കിലും ഒന്ന് ഇത് പറയും. നിങ്ങളെങ്കിലും ഇന്നലെ കൂടി, ഞാൻ അതിനെ നുണ പറയുന്നത് സഭയിൽ, ഇന്നലെ കൂടി അവർ പലരും കണ്ടു പറഞ്ഞു. ചിലർ ഫോൺ ചെയ്ത് പറയും. നമുക്ക് പരിചയക്കാരും പരിചയമില്ലാത്തവരും പറയാണ്, ഈ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി
എത്ര ദയനീയമാണ് എന്ന് നമ്മൾ അറിയണം. സർ, ഇവിടെ മന്ത്രി ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. മന്ത്രിയുടെ ഈ ജൂൺ മാസം 6-ാം തീയതി നടന്നൊരു മീറ്റിംഗ് ഉണ്ട്, മന്ത്രിയുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പറയുന്നത് എന്താ? വികസന ഫണ്ട് ഇനത്തിൽ 30,360 ബില്ലുകൾ പെൻഡിങ് ആണെന്നാണ്. അതായത് 656 കോടി. മെയിൻ്റനൻസ് ഗ്രാൻഡ് കൂടി ചേർത്താൽ 40,855 ബില്ലുകൾ ട്രഷറിയിൽ പെൻഡിങ് ആണ്. എത്രയാണ്? 1,135 കോടി രൂപ പെൻഡിങ് ആണ്. ഇതിൽ പട്ടികജാതിക്കാർക്കുള്ള SCP പദ്ധതിയും പട്ടികവർഗക്കാർക്കുള്ള TSP പദ്ധതിയും ഇതിനകത്തുണ്ട്. ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ 2021-22 വാർഷിക പദ്ധതി മുതൽ നൽകുവാനുള്ള ക്യാരി ഓവർ തുകകൾ 2022-23 വർഷത്തെ 3-ാം ഗഡുവും 20 വർഷത്തെ 3-ാം ഗഡുവും പിറ്റത്തെ വർഷത്തെ 3-ാം ഗഡുവും മെയിൻ്റനൻസ് ഗ്രാൻഡിൻ്റെ 3-ാം ഗഡുവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നോർമലാവുള്ളൂ. ഇത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ 2023 മാർച്ചിൽ നൽകേണ്ട ബില്ലുകൾ നിങ്ങൾ കൊടുത്തത് പിറ്റേ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ പദ്ധതി തുകയിൽ നിന്നാണ്. ഇപ്പോൾ കണക്കെന്താണ്? 80% ചെലവാക്കണം, ബാക്കി 20% ക്യാരി ഓവർ ചെയ്യാൻ അനുവദിക്കും. 80%-ത്തിൽ താഴെയാണ് ചെലവാക്കുന്നതെങ്കിൽ ആ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇത് എങ്ങനെ ചെലവാക്കാൻ പറ്റണത്? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യത്തെ ഗഡു കൊടുത്തു. 2-ാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുത്തത് നവംബറിലാണ്. നവംബറിൽ ഇത് കൊടുത്ത ഉടനെ ട്രഷറി ബാൻ വരികയാണ്. ഈ ബില്ല് പാസ്സാകാൻ പറ്റില്ല ട്രഷറിയിൽ നിന്ന്. അപ്പോൾ ഈ പൈസ കൊടുത്തത് വെറുതെ ഇല്ലേ? 2-ാമത്തെ ഗഡു നമ്മൾ ലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. നമുക്ക് സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും, എഴുതി ആദ്യത്തെ 2-3 പേജ് വായിക്കുമ്പോൾ സന്തോഷവും രാജയോഗം ഉണ്ടെന്ന്. ഒരു 4 പേജ് കൂടി വായിച്ചു കഴിയുമ്പോൾ പറയും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2-ാമത്തെ ഗഡുവിൻ്റെ സ്ഥിതി. പണം കൊടുത്തിട്ട് പിറ്റേ ആഴ്ച ട്രഷറി ബാൻ. ആദ്യം 5 ലക്ഷം മാറ്റാൻ പറ്റില്ല, 5 ലക്ഷത്തിന് മീതെ മാറ്റാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിന് മീതെയുള്ള ബില്ല് മാറാൻ പറ്റില്ല. സാറേ, പഞ്ചായത്തിൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. 2-ാമത്തെ പുല്ല് വെട്ടിയ ഏറ്റവും ചെറിയ പണിയാണ്. പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇനി 3-ാമത്തെ ഗഡു എന്ന് പറയുക ഗംഭീര. മാർച്ച് 23-ാം തീയതി 3-ാമത്തെ ഗഡു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മാർച്ച് 22-ാം തീയതി അതിൻ്റെ തലേ ദിവസം എല്ലാ ട്രഷറിയും പൂട്ടി. ട്രഷറി പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം, സാധാരണ പണ്ടൊക്കെ മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രിയും പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ ട്രഷറി വർക്ക് ചെയ്യും. ഈ സർക്കാരിൻ്റെ ഗുണം കൊണ്ട് ഒരാഴ്ച 8 ദിവസം മുമ്പ് മാർച്ച് 22-ാം തീയതി കേരളത്തിലെ ഒട്ടുമിക്ക ട്രഷറിയും പൂട്ടി. എന്നിട്ട് ഇവര് 23-ാം തീയതി 3-ാമത്തെ ഗഡു കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയിരിക്കുകയാണ് ആ പേപ്പർ. പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കൂടി ഈ പേപ്പർ പൈസ ഇട്ട്, പക്ഷെ ട്രഷറി പൂട്ടി. എന്താ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പരിഹസിച്ചത്? നിങ്ങൾ ആരെയാണ് ഇത് പരിഹസിച്ചത്? എന്നിട്ട് പറയാണ് 80% ചെലവാക്കണം. എവിടെ 80% ചെലവാക്കാൻ പറ്റും? ആദ്യത്തെ ഗഡു അങ്ങനെ പോയി, കുഴപ്പമില്ല. 2-ാമത്തെ ഗഡു വന്നപ്പോൾ മറ്റേ പ്രശ്നം, ലഭ്യശ്രീ. 3-ാമത്തെ ഗഡു ട്രഷറി പൂട്ടി. എന്നിട്ട് 80% ചെലവാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല, നഷ്ടപ്പെടും. അപ്പോൾ നഷ്ടപ്പെട്ടല്ലോ. 20% ക്യാരി ഓവർ 2021-22 തൊട്ട് ക്യാരി ഓവർ കൊടുത്തിട്ടുണ്ടോ? ക്യാരി ഓവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാരി ഓവർ ചെയ്ത് പറയാൻ പോണെന്താ? ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കണം. അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. ഈ വർഷത്തെ പദ്ധതി വാർഷിക പദ്ധതി ഉണ്ടാക്കുക, അതിന് തയ്യാറെടുപ്പ് നടത്തുക, ഇതെല്ലാം ചെയ്ത് ആ പ്ലാൻ ഡോക്യുമെന്റുമ്പോൾ നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് പഞ്ചായത്തുകൾ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഗതികേടിലാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ വലിയ കണക്കൊക്കെ പറഞ്ഞു. ഈ പല മന്ത്രിമാർ കണക്ക് പറയുമ്പോൾ
2011-16 ഒരു കണക്ക് പറയും, എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ പറയുമ്പോൾ 2006 മുതൽ 2011 വരെയുള്ള അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കണക്കൂടി പറയണം. ഏതോ EMSന്റെ കാലത്തെ കണക്കൂടി കൊണ്ടുപോവാ. ഇപ്പൊ പെൻഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു അന്ന് 100 രൂപ പോലും ഉണ്ടായില്ല പെൻഷൻ. ഇത് ഓരോ കാലത്ത് നമ്മുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച്, പണത്തിൻ്റെ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് തുകയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതൊരു തന്ത്രമാണ്, കൗശലമാണ്. ഇതൊരു കൗശലമാണ്. ഏത് പണം അന്നത്തെ തുക പറയുക, ഇന്നത്തെ തുക പറയുക. അപ്പോൾ ബാക്കിൽ പാവങ്ങൾ അറിയാതെ ഇത് കൈയടിക്കും. കാരണം നമ്മുടെ ഗവൺമെൻറ് വന്നപ്പോൾ തുക കൂടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിങ്ങൾ കൈയടിക്കുന്നത്. നല്ല ചുട്ട മറുപടിയായി പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് 2006-11 ഒരു കണക്കൂടി വെച്ചാലോ, അപ്പോൾ തലേ കൈവയ്ക്കും. അത് ഓരോ കാലത്ത്, ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അല്ലെ ഞാൻ പറയാം EMSന്റെ കാലത്തുള്ള കണക്കൂടി കൊണ്ടുപോകാം. അപ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും ഇപ്പോഴത്തെ തുക. അത് വെച്ചൊന്ന് കമ്പയർ ചെയ്യും. നിങ്ങൾ അങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ, നിങ്ങളുടെ ഒരു 56,700 കോടി രൂപയുടെ കണക്കുണ്ടല്ലോ, ഇവർ 10ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും തമ്മിൽ കമ്പയർ ചെയ്തു. 10ാം ധനകാര്യ കമ്മീഷൻ 95-ലാണ്. 95-ലെ ധനകാര്യ കമ്മീഷന്റെ അവാർഡും വാദിച്ച് ഫിനാൻസ് കമ്മീഷൻ കേരളത്തോട് ഒരു അന്യായവും കാണിച്ചിട്ടില്ല എന്ന നിലയിലേക്കാണ് വാദിച്ചു വരുന്നത്. അനുപാതം 3.96% ഉണ്ടായിരുന്നത് 1.925% വെട്ടിക്കുറച്ചല്ലോ. ഡിവിസിബിൾ പൂൾ എന്നുള്ള ടാക്സ് ഡെവല്യൂഷന്റെ അനുപാതം വെട്ടിക്കുറച്ചു. അതുപോലെ അങ്ങിപ്പോ അംഗീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അങ്ങ് ശ്രദ്ധിക്കണം, ഞാൻ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ആദ്യം പറഞ്ഞ ഇവരെ ബുദ്ധിയാണ്, കൗശലമാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. 10ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനെയും കമ്പയർ ചെയ്തിട്ട് കോടാനുകോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അങ്ങനെ വ്യത്യാസം നിങ്ങൾ 14ഉം 15ഉം കൂടി കമ്പയർ ചെയ്യും. 14ാം ധനകാര്യ കമ്മീഷൻ 2.5 തന്നു, ഇപ്പോൾ 1.92 തന്നുള്ളൂ. DVC പൂളിൽ നിന്ന് അത്രയും കുറവ് വന്നു. ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. അതിൻ്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താണ്? GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന. GST കോമ്പൻസേഷൻ എന്താ? പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി GST നടപ്പാക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, നികുതി വരുമാനത്തിൽ, നികുതി വളർച്ചയിൽ, നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിൻ്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും. 5 കൊല്ലത്തേക്ക് തരും. 14% റവന്യൂ ന്യൂട്രൽ റേറ്റ്. 14 കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് GST കോമ്പൻസേഷൻ തരും. 5 കൊല്ലവും നിങ്ങൾ GST കോമ്പൻസേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പം പറയണത് എന്താ തരുമോ? 6ാമത്തെ കൊല്ലം കൂടി GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി കിട്ടിയെന്ന്. ഇത് എവിടത്തെ കണക്കാണ്? അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ. വാറ്റും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് മേടിച്ചു മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു. 1 രൂപ പോലും കിട്ടാനില്ല, ഒറ്റ പൈസ കിട്ടാനില്ല. എന്നിട്ട് പുതിയൊരു കണക്കാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് 6ാമത്തെ കൊല്ലം GST കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച? അത് ആക്റ്റിലെ വ്യവസ്ഥയാണ്. 5 കൊല്ലത്തേക്ക് 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി കിട്ടുമായിരുന്നു. എന്ത് കണക്കാ? പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഇതൊക്കെ നിങ്ങളുടെ 1ാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ്. എത്രയാണെന്നറിയാമോ? എത്രയാണ് തുക? 53,137 കോടി. അത് അവർ 5 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആദ്യം 15,323 കോടി, 2ാമത്തെ വർഷം 19,891 കോടി, 3ാമത്തെ വർഷം 13,174 കോടി, 4ാമത്തെ വർഷം 4,741 കോടി. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താ അറിയോ? 22, 23 ഈ 53 ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇവർ പറഞ്ഞു 22, 23 13,174 കിട്ടി. പിറ്റത്തെ വർഷം 4,749 കിട്ടിയുള്ളൂ. അപ്പോൾ 9,000 കോടി കുറവാണ്. സാറ് മനസ്സിലായില്ലേ? ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ആദ്യത്തെ 3 വർഷം വലിയ തുക, പിന്നെ 53,000 എത്താൻ 4,000 കോടിയുള്ളൂ. അപ്പോൾ പറയാണ് 9,000. നിങ്ങൾ
ആളുകളെ കളിപ്പിക്കുന്ന പോലെ, ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരമാണ്. നിങ്ങളുടെ 56,700 കോടി, അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്തെടുത്തിട്ടില്ല. ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി, ഞങ്ങളെ കിട്ടില്ല. പച്ചക്കള്ളം, പച്ചക്കള്ളം. ഇതാണ് ഇവരുടെ ഈ കേന്ദ്രത്തിന്റെ കാര്യം. ഞാൻ നോട്ട് ലീഡിങ്. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. Okay. He is not ready to yield. Minister, he is not ready to yield. ഞാൻ കേരളത്തിലെ ലോക്കൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ സാർ 2019-20 പ്ലാൻ ഫണ്ട് എത്രയായിരുന്നു അറിയാം ലോക്കൽ ബോഡിക്ക്? 7,209 കോടി. സാർ 23-24 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം 7,460 കോടി. 5 കൊല്ലം കൊണ്ട് ഈ ലോക്കൽ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ വ്യത്യാസം 250 കോടി. എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ തന്നെ 10%-നും 20%-നും ഇടയിൽ എല്ലാ വർഷത്തിലും വർധനയുണ്ടാവും. മിക്ക സംസ്ഥാനങ്ങളും നോക്കിക്കോ, 5 കൊല്ലം കൊണ്ട് 100% വർധനവ് പ്ലാൻ ഔട്ട്ലേയിൽ ഉണ്ടാവും. കേരളത്തിലെ സ്ഥിതി എന്താ? ധനകാര്യമന്ത്രി ഇവിടെ ഇല്ല. കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ പ്ലാൻ ഔട്ട്ലേ കൂടൂല, കുറയും. ടോട്ടൽ പ്ലാൻ ഔട്ട്ലേ ഓരോ വർഷം കഴിയുമ്പോഴും കുറയാണ്. എന്തൊരു മായാജാലമാണ്. അപ്പൊ ഇക്കോണമി വലുതാകുന്നുണ്ടോ? ഇക്കോണമി തകരുകയാണ്, ഇക്കോണമി താഴോട്ട് പോവുകയാണ്. കാരണം എന്താ? നിങ്ങൾ ലെഫ്റ്റ് അല്ല, ഇടതുപക്ഷക്കാരല്ല, നിങ്ങൾ റൈറ്റ് എക്സ്ട്രീമാണ്, നിങ്ങൾ തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ്. കാരണം എന്താ സർ? കേന്ദ്ര ഗവൺമെന്റിന്റെ, മോഡി ഗവൺമെന്റിന്റെ ലൈൻ എന്താ? അവർ പ്ലാൻ വേണ്ട, പ്ലാനിങ് കമ്മീഷനൊക്കെ പിരിച്ചുവിട്ട ആളുടെ സൗകര്യത്തിന് പ്ലാൻ വേണ്ട. സർ, പ്ലാനിന്റെ അഡ്വാൻറ്റേജ് എന്താ സർ? പ്ലാനിൽ പ്രയോറിറ്റി ഉണ്ട്. നിങ്ങളുടെ സർക്കാരിന് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ആരോപണം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല. പ്ലാൻ വരുമ്പോൾ പ്രയോറിറ്റി പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, അവർക്ക് 10%, പട്ടികവർഗക്കാർക്ക് 2%, പിന്നോക്ക ജനവിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന ഏരിയ, മത്സ്യത്തൊഴിലാളി മേഖല, ആ ഒരു നമുക്കൊരു എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. ഇവർ പ്ലാനിൽ നിന്ന് നേരെ കിഫ്ബിയിലേക്ക് ചാടി. കിഫ്ബിയിൽ SC/ST എന്താ? കിഫ്ബിയിൽ പിന്നോക്ക ജനവിഭാഗം ഉണ്ടോ? കിഫ്ബിയിൽ എന്താണ് പ്രയോറിറ്റി? അപ്പൊ പ്ലാനിൽ നിന്നുള്ള പ്രോജക്റ്റിലേക്കുള്ള പോക്കാണ്. അതാണ് നിങ്ങൾ പ്ലാനിനെ കേരളത്തിൽ തകർത്ത് തരിപ്പണമാക്കി. സാറേ, ഈ തുക ഈ വകയിരുത്തുന്നതിൽ അനീതിയുണ്ട്. പക്ഷെ ആ കുറച്ചു തുക വകയിരുത്തുന്നത്, അത് സമയം നൽകാതിരിക്കുന്നത് കൊടിയ അനീതിയാണ്. ചെറിയ അനീതിയല്ല, കൊടിയ അനീതിയാണ്. ചെലവഴിച്ച തുകയും എൻ്റെ കണക്കുണ്ട് സാർ. 2017-18 ചെലവാക്കിയത് 5,292 കോടിയാണ്. സാർ, അദ്ദേഹം 30 മിനിറ്റ് പറഞ്ഞ് എനിക്ക് മറുപടി പറയണ്ടേ? അല്ലല്ല, ഇതൊക്കെ റെക്കോർഡ്, ഇതൊക്കെ റെക്കോർഡിൽ ഈ ഹൗസിൽ കിടക്കണം, വെറുതെ പറയാൻ പാടില്ലല്ലോ. 2023-24 ആയപ്പോൾ 5,292 കോടി ചെലവത്തിന് 43 കോടി കൂടി കൂടുതൽ. 5 കൊല്ലം കൊണ്ട് 10,000 കോടി രൂപ ആകേണ്ടതാണ്. 5,000 കോടി രൂപയിൽ നിന്ന് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ 10,000 കോടി ആകേണ്ട സ്ഥലത്ത് 5,000 കോടി വർദ്ധിക്കേണ്ട സ്ഥലത്ത് വർദ്ധിച്ചത് 43 കോടി രൂപ. 43 കോടി രൂപ. സാർ, ക്യാരി ഓവർ കിട്ടാത്തതുകൊണ്ട് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത എല്ലാ ഭൂരിഭാഗം പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്നില്ല. സാർ, ഇവിടെ ജനറൽ പർപ്പസ് ഗ്രാന്റ് കൃത്യമായി കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് ഗ്രാന്റ് കൃത്യമായി കൊടുക്കുന്നില്ല, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും SCP പരിപാടിയും TSPയും കൃത്യമായി നടപ്പാക്കാൻ പറ്റുന്നില്ല. ക്യാരി ഓവർ പദ്ധതി പൊളിച്ചു. അങ്ങനെ സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സഭയിലുള്ളതല്ലേ, ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വർക്ക് ലോക്കൽ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ഇപ്പൊ ചെയ്ത കാര്യം പറയാം. ഇന്നത്തെ പ്ലാൻ സ്പേസ് ഉണ്ട്. ടോട്ടൽ ഔട്ട്ലേ എത്രയാണ്? പ്ലാൻ ഔട്ട്ലേ 8,532 കോടി. എഴുതി വെച്ചേക്കണ തുകയുണ്ട്, എഴുതി വെച്ചേക്കണ. ഇന്നത്തെ പ്രോഗ്രസ് എത്രയാണ്? എക്സ്പെൻഡിച്ചർ പ്രോഗ്രസ് എത്രയാണ്? 0. ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ? ആദ്യത്തെ ക്വാർട്ടർ തീരാൻ പോവാണ്. ഫസ്റ്റ് ക്വാർട്ടർ തീരാൻ പോവാ. ജൂൺ 30 ആയാൽ ആദ്യത്തെ ക്വാർട്ടർ തീരും. ആദ്യത്തെ ക്വാർട്ടറിലുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചർ വട്ടപൂജ്യം. ഇത്ര പരമ ദയനീയമായ സ്ഥിതിയാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി T. സിദ്ദിഖ് ഇവിടെ പറഞ്ഞത്,
തദ്ദേശ Yes, 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 സ്വയംഭരണ please, please, സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതിന് നമുക്ക് ഒരുമിച്ചൊക്കെ നിൽക്കാം. അതിലൊന്നും Yes, സംശയമില്ല. yes. കള്ളക്കണക്ക് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളില്ല. Yes. സാർ, പ്രാദേശിക വികസനം വഴിമുട്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും Yes, walkout ചെയ്യും. thank you, yes. Yes. ആദ്യം ഈ 24 മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ വിഹിതമായ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് തടഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് സർ. അത് 24-25 വർഷത്തെ പ്രത്യേക വിഹിതമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം, അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതേസമയം നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ട സർ. ഞങ്ങളുടെ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു സർ. അതിന് മുമ്പുള്ള കാലം എന്തായിരുന്നു? അതിന് മുമ്പുള്ള കാലത്ത് ഈ മാർച്ച് 31-ാം തീയതി പെട്ടി ഓട്ടോയിൽ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് എല്ലാ ട്രഷറിയുടെയും മുന്നിൽ വന്ന് നിൽക്കുന്നൊരു സാഹചര്യം ഇല്ലാതെയാക്കിയത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്ന ശേഷമാണ് സർ. പഞ്ചവത്സര പദ്ധതി ആയി ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്. ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കാനല്ല ശ്രമിച്ചത്, അതിനെ നന്നാക്കി കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതിന് മുമ്പുള്ള എക്സ്പെൻഡിച്ചറിൽ നിന്നും എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം പദ്ധതികൾ കഴിയുമ്പോൾ അവർക്ക് ഗഡുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർക്ക് പദ്ധതി വിഹിതം ഉപയോഗിക്കാൻ സാധിച്ചു. ഇപ്പം എന്താ സ്ഥിതി സർ? ബഡ്ജറ്റ് വിഹിതം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ഇപ്രാവശ്യം ഏറ്റവും കുറഞ്ഞ ശതമാനമാണ്, 71.40% കഴിഞ്ഞ 23-24 വർഷത്തത്. അത് മുൻ വർഷങ്ങളിൽ 85% ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒഴികെയുള്ള ചെലവിൻ്റെ ശതമാനമാണ് സർ. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എത്രയാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി സർ. സർ, ഇവിടെ പറഞ്ഞ പോലെ ട്രഷറി നിങ്ങൾ സാധാരണ 31 അർദ്ധരാത്രി വരെ ട്രഷറി ബില്ല് കിട്ടും. ഈ 23 ഒക്ടോബറിൽ നിങ്ങൾ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലേ? 1 ലക്ഷം വരെയുള്ള ബില്ലുകൾ മാത്രം അനുവദിച്ചു. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ സ്വീകരിച്ചു പോലുമില്ല. 5 ലക്ഷം വരെയുള്ള സ്വീകരിച്ചെങ്കിലും വളരെ വൈകി മാത്രം പണം നൽകുകയും അവസാന മാസങ്ങളിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ മാർച്ചിന് ശേഷം കൂട്ടത്തോടുകൂടി തിരിച്ചു നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് സർ. സോ അതുകൊണ്ട് 24-25 സാമ്പത്തിക വർഷത്തെ ഇപ്പം നമ്മളെന്താ ചെയ്യുക? ഇവർക്ക് ഈ പുതിയ പദ്ധതി പ്രകാരം കഴിഞ്ഞതിൻ്റെ പദ്ധതിയുടെ കൂടി പൈസ ഇതിൽ വെക്കേണ്ടി വരുമ്പം അവർക്ക് ഈ പുതിയ വർഷത്തെ പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ തന്നെ പദ്ധതി വിഹിതം വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി ഇവർ വിഹിതം കൊടുക്കണം. ലൈഫ് പദ്ധതിക്ക് കൊടുക്കണം, ആരോഗ്യ പദ്ധതിക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ഹരിത കേരളത്തിന്, ഇങ്ങനെ എല്ലാ പദ്ധതികൾക്കും കൊടുക്കുക. അപ്പോൾ തന്നെ ഇതൊക്കെ വിഹിതമായിട്ട് സ്റ്റേറ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട് സർ. ഈ വീടുണ്ടാക്കുന്ന പദ്ധതിയെങ്കിലും പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ കുറേയധികം വീടുകളെങ്കിലും ഉണ്ടാക്കുകയായിരുന്നു. ആ പഞ്ചായത്തുകളുടെ അധികാരം പിടിച്ചു വാങ്ങി അവരുടെ പൈസ തിരിച്ചു വാങ്ങി എന്നിട്ട് ഒരു പദ്ധതിയാക്കി നടപ്പിലാക്കുന്നതിന് പകരം പഞ്ചായത്തിൻ്റെ അധികാരമാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ആ അധികാരം തിരിച്ചു കൊടുക്കണം സർ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സർ, ഇതെല്ലാം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് 24-25 23-24 വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡിൻ്റെയും ജനറൽ പർപ്പസ് ഗ്രാൻഡിൻ്റെയും അവസാന ഗഡുക്കൾ പൂർണ്ണമായും 24-25 വർഷത്തിൽ പ്രത്യേക വിഹിതമായി അനുവദിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെങ്കിലും നിങ്ങൾ പരിഗണിക്കേണ്ടതായിരുന്നു. അതിന് പകരം കഴിഞ്ഞ ഗവൺമെൻറ് ഇത് ചെയ്തില്ല സർ. അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നൊരു പോസ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വികേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിയൊരു ഗവൺമെൻറ്റിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ പരാധീനതകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് സംഭവിച്ചത് എന്താണ്, അതിന് ശേഷം സംഭവിച്ചത് എന്താണ് എന്ന് ചരിത്രം നമുക്കൊരു ചർച്ചയാകാമായിരുന്നു. അത് നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കക്ഷി ഇറങ്ങുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി എന്നുള്ള വസ്തുത എങ്കിലും അംഗീകരിച്ച്
ചർച്ച നടത്താൻ തയ്യാറാകത്തിൽ പ്രതിഷേധിച്ച് ഞാനൊരു വിഷയം വെക്കുന്നു. യെസ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നൽകേണ്ട പദ്ധതി വിഹിതം അത് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന സമീപനമാണ് ഗവൺമെൻറ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സർ, 2021-22 മുതലുള്ള സ്പിൽ ഓവർ തുക ഇതുവരെ ലഭിക്കുന്നില്ല എന്നത് ഗവൺമെൻറ് ഗൗരവമായി തന്നെ കാണണം. സർ, ഒപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് രംഗവും പൂർണ്ണമായും താറുമാറായി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ ഭൂരിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളത്. ഇത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പല ആവർത്തി കൊണ്ടുവന്നിട്ടുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി ഇടപെടാൻ ഗവൺമെൻറ് തയ്യാറാവണം. സർ, ഇവിടെ ഞാൻ സമയക്കുറവിൽ കിടക്കുന്നില്ല. ട്രഷറി പൂട്ടിയിട്ട് മൂന്നാം ഗഡു നൽകി പഞ്ചായത്തുകളെ വെറുതെ അവരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്തു. സർ, പ്രാദേശിക സർക്കാരുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. സർ, പല തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഫണ്ട് വിഹിതം ലഭിക്കാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ജീവനക്കാരില്ലാത്തത് കൊണ്ടൊക്കെ വലിയ പ്രയാസത്തിൽ മുന്നോട്ടാണ്. 23-ാം തീയതി, കഴിഞ്ഞ സാമ്പത്തിക വർഷം 23-ാം തീയതി ബില്ല് സമർപ്പിച്ചു. പക്ഷേ ട്രഷറിയിൽ പണമില്ല. മാർച്ച് 31-ന് തരുമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പഞ്ചായത്തുകൾ ട്രഷറികളിൽ കുത്തിയിരിപ്പായിരുന്നു രാത്രി വരെ. ഫണ്ട് ലഭിക്കാത്ത, മാർച്ച് 31-ന് ലഭിച്ചില്ല. അത് പിറ്റേത്തെ വർഷത്തിലേക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അതുപോലെ ജീവനക്കാരില്ലാത്ത പ്രശ്നം, പലയിടത്തും എഇമാരില്ല, ഓവർസിയർമാർ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ MLA വർക്കുകൾ ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇത്തരം ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും. യെസ്.